ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, അപ്പോസ്തലനായ പൗലോസിൻ്റെ പാപം നിറഞ്ഞൊരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും പരിചിതമാണല്ലോ. ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന പൗലോസ് യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചും ക്രിസ്തു മാർഗത്തെ നിർമൂലനം ചെയ്യാൻ ശ്രമിച്ചിരുന്ന പൗലോസിനെ യേശു കണ്ടു, വിളിച്ചു. പൗലോസ് വിളി കേട്ടു. പാപിയായിരുന്ന പൗലോസ് യേശുവിൻ്റെ സ്നേഹിതനായിരുന്നു. ആ തിരിച്ചറിവ് പൗലോസിനെ 1 തിമോത്തി 1:15 ഇങ്ങനെ പറയിപ്പിച്ചു: ക്രിസ്തു യേശു ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിക്കാനാണ്. അവരിൽ ഞാൻ ഏറ്റവും മുൻപന്തിയിലാണെന്ന വചനം വിശ്വാസയോഗ്യവും പൂർണ്ണ സ്വീകാര്യതയ്ക്ക് അർഹവുമാണ്. പൗലോസ് പറയുന്നത് നാം ശ്രദ്ധിച്ചാൽ നാം ഉൾക്കൊള്ളേണ്ടതായ ഒരു വചനമുണ്ട്. പൂർണ്ണമായ സ്വീകാര്യത അർഹിക്കുന്ന വചനമാണ് എന്ന പ്രസ്താവന. അതേ സഹോദരങ്ങളെ, പാപികളായ എന്നെയും നിങ്ങളെയും രക്ഷിക്കാനാണ് യേശു വന്നത്. ലൂക്കാ 5:32 യേശു പറയുന്നു: ഞാൻ നീതിമാന്മാരെയല്ല പാപികളെയാണ് മാനസാന്തരത്തിന് വിളിക്കാൻ വന്നിരിക്കുന്നതെന്ന് ഉത്തരം പറഞ്ഞു. ഈ സന്ദർഭം നാം ചിന്തിക്കണം. ചുങ്കക്കാരനായിരുന്ന മത്തായിയുടെ വീട്ടിൽ നടന്ന വിരുന്നിൽ ചുങ്കക്കാരുടെയും പാപികളുടെയും ഒപ്പം ഭക്ഷണം കഴിക്കുവാനിരുന്ന യേശുവിനെ കണ്ട് പരാതി പറയുന്ന പരീശന്മാരോടും ശാസ്ത്രികളോടും യേശു കൊടുക്കുന്ന മറുപടിയാണ് മുകളിൽ പറഞ്ഞ വചനഭാഗം. അന്ന് കാലത്ത് ജനം നികുതി പിരിവുകാരെ നിന്ദിക്കുകയും വെറുക്കുകയും ചെയ്തിരുന്നു. ലൂക്കാ 5:31 ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്നും യേശു അവരോട് ഈ സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ശാരീരികമായി രോഗികളായിട്ടുള്ളവർ ഈ ലോകത്തിൽ നിരവധിയാണ്. ശരീരത്തിൽ ക്യാൻസറും ട്യൂമറും ബ്ലോക്കും സ്ട്രോക്കും എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങളാൽ നാം അവ തിരിച്ചറിയുന്നു, വൈദ്യനെ കാണുന്നു, ചികിത്സ തേടുന്നു. എന്നാൽ യേശു ഇവിടെ പറയുന്ന ദീനം ആത്മാവിനുള്ളതാണ്. അത് നാം തിരിച്ചറിയണം. യേശു എന്ന മഹാവൈദ്യൻ്റെ അടുത്തെത്തി ചികിത്സ തേടണമെന്ന് യേശു ഈ വചനത്തിലൂടെ വ്യക്തമാക്കുന്നു. ആത്മീയ രോഗികളുടെ വൈദ്യനാണ് യേശു. യേശുവിൻ്റെ ചികിത്സാ പദ്ധതിയുടെ തുടക്കം മാനസാന്തരമാണ്. നാം നീതിമാന്മാർ എന്ന് കരുതിയാൽ നീതിമാന്മാരാകുമോ? നികുതി പിരിവുകാരും പാപികളും തങ്ങൾ ആത്മീയമായി രോഗികളാണെന്നറിയുന്നു. നീതിമാന്മാരാകട്ടെ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ മാന്യരായ ആളുകളും സ്വന്തം ദൃഷ്ടിയിൽ നീതിയുള്ളവരുമാണ്. പാപികൾ ലോകത്തിലെ പുറത്താക്കപ്പെട്ടവരാണ്. യേശു എല്ലാ പാപികളെക്കുറിച്ചും അല്ല ഇവിടെ പറയുന്നത്. ഒരു പ്രത്യേക കൂട്ടം പാപികൾ, തങ്ങളുടെ പാപം അംഗീകരിച്ച് സുഖപ്പെടാനും പാപത്തിൽ നിന്ന് പിന്തിരിയാനും ആഗ്രഹിക്കുന്നവർ, താൻ ആത്മീയ രോഗിയാണെന്ന് അറിയുന്നവർ, അവരെ രക്ഷിക്കാനാണ് യേശു എന്ന വൈദ്യൻ വന്നത് എന്ന് ഈ വചനഭാഗങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നു. യേശു പാപികളുടെ സുഹൃത്ത് തന്നെ. പാപിയായിരുന്ന സമരിയക്കാരി, ചുങ്കക്കാരായിരുന്ന മത്തായി, സക്കേബൂസ്, മഗ്ദലന മറിയം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, ഇവരെയെല്ലാം നാം ഇത്തരത്തിൽ ഓർക്കണം. പാപിനിയായിരുന്ന ആ സമരിയക്കാരി സ്ത്രീയോട് യേശു വെളിപ്പെടുത്തിയ സത്യങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. താൻ മിശിഹായാണ്, ദൈവം ആത്മാവാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. യേശുവിൻ്റെ വചനങ്ങൾ കേട്ട് പിതാവിനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കും എന്നിങ്ങനെയുള്ള മഹത്തായ കാര്യങ്ങൾ നീതിമാന്മാരോടല്ല, പാപിനിയായ ശമരിയക്കാരിയോടെയാണ് വെളിപ്പെടുത്തിയത്. പശ്ചാത്തപിച്ച പാപികളോട് യേശു ക്ഷമിച്ച് രക്ഷയും നിത്യജീവനും നൽകി. ക്രിസ്തുവിൻ്റെ കാൽച്ചുവടുകൾ നാം പിന്തുടരുകയാണെങ്കിൽ ലോകത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിലേക്ക് നാം എത്തിച്ചേരും. നീതിമാനായ യേശു പാപികളുമായി സമയം ചെലവഴിച്ചെങ്കിൽ നാം ചുറ്റുമുള്ളവരുമായി ഇടപഴകേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിലെ പ്രവൃത്തി ഓർത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.